യേശുദാസിനേക്കാളും എം ജി ശ്രീകുമാറിനേക്കാളും ലക്ഷക്കണക്കിന് ആരാധകർ വേടന് ഉണ്ടെന്നും വേടന്റെ പാട്ടുകൾക്ക് ഉണ്ടെന്നും തെളിയിച്ച ആൾക്കൂട്ട ആരവമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസിനെ പോലെയും എം ജി ശ്രീകുമാറിനെ പോലെയും പാടാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരു തലമുറയുടെ ബോധമില്ലായ്മയാണ് വേടന്റെ പാട്ടുകളുടെ ജനകീയ പിന്തുണ എന്ന് പലരും പറയുന്നുണ്ട്. കേരളത്തിൽ ഒതുങ്ങേണ്ടവനല്ല, ഇന്ത്യയിൽ ഒതുങ്ങേണ്ടവനല്ല, മൈക്കൽ ജാക്സനെ പോലെ ആഗോള പ്രതിഭാസമാണ് വേടൻ എന്ന് നമ്മൾ പറയുന്നു. വയലാറും ONVയും എഴുതി വെച്ച പഴഞ്ചൻ പാട്ടുകൾക്ക് പുറകെ പോകുന്നവരല്ലേ നിങ്ങൾ എന്നും കാലത്തിനനുസരിച്ച് സംഗീത ആസ്വാദനം മാറണമെന്ന് പറഞ്ഞു വെച്ച് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡും നമ്മൾ കൊടുത്തു. യേശുദാസിന്റെ പാട്ടുകൾ കേൾക്കാൻ ഒരു 5000-ഓ 10,000-ഓ ആളുകൾ വന്നേക്കാം. പക്ഷേ വേടന്റെ പാട്ടിനോ എന്ന് കളിയാക്കിയവർ എത്രയോ പേർ. കളിയാക്കിയതല്ല, കൺമുന്നിൽ നമ്മൾ കണ്ടതല്ലേ. മറ്റാരേക്കാളും കൂടുതൽ ആളുകൾ വേടന്റെ പ്രോഗ്രാമുകളിൽ വരുന്നുണ്ടെന്ന് നമ്മുടെ മോഹൻലാലും പറഞ്ഞതാണ്. സവർണ ഭാഷയുടെ വേലിക്കെട്ടിനുള്ളിൽ തളയ്ക്കപ്പെടേണ്ടതല്ല കവിതയും സാഹിത്യവും ഗാനവും ഒന്നും എന്ന് വിധി കൽപ്പിക്കപ്പെടുന്ന അട്ടഹാസങ്ങളാണ് വേടന്റെ പാട്ടുകൾ. ജാതീയമായി വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹത്തിലെ തീപാറുന്ന വാക്കുകളുമായി പ്രണയവും പ്രകൃതിയും അടിച്ചമർത്തലുകളെയും സംഗീതമാക്കുമ്പോൾ, കവിതയാക്കുമ്പോൾ, അത് ഉച്ചത്തിൽ പാടുമ്പോൾ അതിമഹത്തായ കലാസൃഷ്ടികൾ ആയി മാറുന്നുവെന്ന പറയുന്ന കവികളെയും കലാകാരന്മാരെയും നമ്മൾ കണ്ടു. എന്നിട്ടും നിങ്ങളെന്തേ വേടനെ അംഗീകരിക്കാത്തത് എന്നും നിങ്ങൾ പഴഞ്ചൻ പാട്ടുകളിൽ പെട്ട് കിടക്കുകയാണെന്നും പാട്ടിനൊപ്പം തുള്ളലും എഴുതി ചേർക്കപ്പെടുന്ന തുള്ളൽ പാട്ടിന്റെ ഋതത്തിലൂടെ പുതുതലമുറകൾ ആടിയും പാടിയും രസിക്കുന്ന ഒരു ന്യൂജൻ തലമുറയിലൂടെ കടന്നു പോകുമ്പോൾ അതിനുമപ്പുറം മൈക്കൽ ജാക്സനെ പോലെ കളർഫുൾ ലൈറ്റുകളിട്ട് പാട്ടുപാടി മിന്നിക്കുമ്പോൾ സ്റ്റേജ് ഷോയുടെ ഉത്സവ പ്രതീക്ഷകൾ റാപ്പ് സംഗീതത്തിൽ ഇണക്കി ചേർത്താൽ വൻ വിജയമുണ്ടാവുമെന്ന വേടന്റെ കണ്ടുപിടുത്തമാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യം. ഇത് യുവാക്കളെ ഹരം കൊള്ളിക്കുന്ന വാണിജ്യ വിജയമായി മാറുമെന്നും വേടൻ നഷ്ടപ്രണയത്തിന്റെയും ദുഃഖങ്ങളുടെയും ബഹിർസ്ഫുരണങ്ങളുടെ ഭാവാത്മകത ഒറ്റപ്പെടലുകളല്ല പാട്ടിനു വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന ഒരു തലമുറയ്ക്ക് മുന്നിൽ കാണ്ടാമൃഗത്തിന്റെ തോലാണടാ, മറിക്കടാ, പിടിക്കടാ, എനിക്കൊരു ഡാഷുമില്ലടാ എന്നൊക്കെ പറഞ്ഞാൽ അല്ല, പാടിയാൽ മാത്രമേ കഴുതക്കൂട്ടങ്ങൾക്ക് ഉണർവ് ഉണ്ടാവുമെന്ന തിരിച്ചറിവ് ആണ് വേടന്റെ പാട്ടുകൾ. മാറ്റി നിർത്തപ്പെട്ട സമൂഹത്തിന്റെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ കലയാണെന്നും നൃത്തമാണെന്നും ഗാനമാണെന്നും പറയുന്നതിനപ്പുറം അതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നില്ല, ഉണ്ടായിട്ടുമില്ല എന്ന് പറയുന്നവരുടെ കലാബോധത്തെയാണ് നമ്മൾ സംശയിക്കേണ്ടത്. വേടന്റെ പാട്ടുകളിൽ കവിതയില്ല എന്നല്ല പറയുന്നത്. ഏറ്റവും നല്ല പാട്ട് എഴുതിയ ആൾക്ക് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുക്കേണ്ട ഇടത്ത് കവിത എഴുതി അത് വൃത്തികെട്ട രീതിയിൽ പാടി ഒരിക്കൽ പോലും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടായി സിനിമയിൽ അവതരിപ്പിച്ചതിന് നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ് കൊടുത്തിടത്താണ് നമ്മൾ ചിരിക്കേണ്ടത്. എങ്കിൽ ഇനി മുതൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകൾ എടുത്ത് പാട്ടാക്കി അത് നമുക്ക് സിനിമയിൽ ഇട്ടാലോ? ചൂടാതെ പോയി നീ, നിനക്കായി ഞാൻ ചോരചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂകൾ. ചൂടാതെ പോയി നീ, നിനക്കായി ഞാനൻ ചോരചാറി ചുവപ്പിച്ചൊരൻ പനീർ പൂവുകൾ. മഞ്ഞുമേൽ ബോയ്സിലെ വേടന്റെ പാട്ട് ആ സിനിമ കണ്ടിട്ട് പോലും നമ്മുടെ ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല. ആ പാട്ടിന് അവാർഡ് കിട്ടിയപ്പോഴാണ് ആ സിനിമയിൽ അങ്ങനൊരു പാട്ട് ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നത്. വേടനെയും വേടന്റെ പാട്ടിനെയും അറിയില്ലെന്ന് എം ജി ശ്രീകുമാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ക്രോസിൽ തറച്ചത് നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോഴാണ് വേടന്റെ പാട്ട് ഞാൻ ആദ്യമായി കാണുന്നതും വേടനെ അറിയുന്നതും.
പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമായി വേടന്റെ പാട്ടുകൾ മാറിയെന്ന് പറഞ്ഞ് തടിച്ചുകൂടുന്ന ഒരു ജനതയുടെ എണ്ണത്തിൽ ഒരു പകുതിയെങ്കിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ ഇവിടെ ആ ജനത ഒരിക്കലും അവഹേളിക്കപ്പെടുകയില്ല. മറിച്ച് സലീംകുമാർ ഒരു സിനിമയിൽ പറയുന്നത് പോലെ അവന്മാർക്ക് വെറൈറ്റി ഇട്ട് മിന്നിക്കണമെന്ന് വേടൻ കണ്ടു. വേടന്റെ എഴുത്തിലെ കവിതയും പാട്ടിനെയും കുറ്റം പറയുന്നതല്ല, നല്ല വരികളാണ്. പക്ഷേ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടേയില്ല എന്ന് പറയുന്നവരുടെ വിവരമില്ലായ്മയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുമച്ചാലും തുമ്മിയാലും ഏമ്പക്കമിട്ടാലും സംഗീതമാകുന്ന ഈ ലോകത്ത് ഇനി ഇതിനും അപ്പുറം എന്തൊക്കെ വരാനുണ്ട്. പക്ഷേ എനിക്ക് ഈ കേൾക്കുന്ന പാട്ടുകളോടാണ് ഇഷ്ടം. നിന്റെ ഏകാന്തമാ ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും